സുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിലത് സംഭവിക്കുകയാണ്. പോളണ്ടും റഷ്യയും തമ്മിലൊരു വമ്പിച്ച യുദ്ധത്തിന് കളമൊരുങ്ങുന്നു. റഷ്യ പോളണ്ടിലേക്ക് ഡ്രോണുകൾ തൊടുത്തുവിടുന്നു. ഡ്രോൺ അറ്റാക്ക് തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. പോളണ്ട് അതിനെ സമ്പൂർണ്ണമായിട്ട് തടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. നമ്മൾ ഇത് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ചാനലായിരിക്കും, നമ്മുടെ ചാനൽ മാത്രമായിരിക്കും ഈ കാര്യം പറയുന്നത്. അതിന്റെ ഒരുപാട് തെറിവിളികളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഈ പോളണ്ടുമായിട്ട് റഷ്യ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമെന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഒരു തെറിവിളി, പരിഹാസം അതിന്റെ താഴെ വന്ന് ഒരുപാട് പേര് കമന്റിൽ പറയാറുണ്ട്. ഇതൊന്നും നടക്കുന്ന കേസല്ല, നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാർത്ത കിട്ടുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ. ഇപ്പൊ ഇന്നലെ നമ്മളൊരു വാർത്ത കൊടുത്തായിരുന്നു. ഇന്നലെ നമ്മുടെ ഒരു വാർത്ത ഭയങ്കരമായിട്ട് കയറിപ്പോയി. എല്ലാ ദിവസവും കയറുന്നുണ്ട്, പക്ഷെ ഇന്നലെ ഒരു വാർത്ത അപ്രതീക്ഷിതമായിട്ട് ഭയങ്കരമായിട്ട് കയറിപ്പോയി. 2 ലക്ഷത്തിന് മേലെ വ്യൂവേഴ്സ് ആണ് അതിന്. ഞാൻ നോക്കിയപ്പോ 1 മണിക്കൂറിൽ 70K വ്യൂസ്. 1 മണിക്കൂറിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ ഈ സാധനം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വളരെ കൗതുകത്തോടു കൂടി നോക്കിയതാണ്. 12 മിനിറ്റേ ഉള്ളൂ സാധനം. നാറ്റോയെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ്. നാറ്റോ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ അറിയാമോ? കമന്റുകൾ എന്ന് പറഞ്ഞാല് ആരാണ് ഇട്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇട്ട ആൾ ഇവിടെ ഉള്ള ആളല്ല എന്ന് കമന്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളി പറയുന്നത്, ഇന്നലെ ഞങ്ങളുടെ ഫോണിൽ വന്നിരുന്നു മെസ്സേജ്, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്, മോക്ക് ഡ്രില്ലിനൊക്കെ തയ്യാറായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആരാ ഇതൊക്കെ? എന്റെ താഴെ ഇത്തരത്തിലുള്ള കമന്റുകളാണ് വരുന്നത്. അതായത് അവരുടെ ഫോണിൽ മോക്ക് ഡ്രില്ലിന് റെഡിയായിരിക്കൂ, തയ്യാറായിക്കൊള്ളൂ എന്നുള്ള സന്ദേശങ്ങൾ വന്നു എന്ന് പറഞ്ഞ കമന്റുകൾ വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. യൂറോപ്പിൽ രാജ്യത്തിലുള്ള ആരെങ്കിലും, നമ്മൾ ഏതെങ്കിലും ഒരു പ്രേക്ഷകനായിരിക്കാം അങ്ങനെ കമന്റ് ഇട്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ആ സംഭവം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പോളണ്ടിലേക്ക് നരേന്ദ്രമോദി പോയത് എന്തിനാണെന്ന് 1000 വട്ടം നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് യുക്രൈനിലേക്ക് പോയത്. കാരണം പോളണ്ടാണ് നാറ്റോയുടെ ഗേറ്റ് വേ. യുക്രൈൻ കഴിഞ്ഞാൽ ആ യുക്രൈനിലേക്ക് നാറ്റോ വരാൻ പോയപ്പോൾ റഷ്യ യുക്രൈനെ അടിച്ചു ചുരുട്ടി. അതിനുശേഷം പോളണ്ടാണ്. പക്ഷെ പോളണ്ട് ചെറിയ രാജ്യമല്ല. പോളണ്ടിന് ഒരു ആക്രമണം ഉണ്ടായി യൂറോപ്പ് മുഴുവൻ അതിലേക്ക് വലിച്ചഴക്കപ്പെടും. ഇപ്പൊ ട്രംപിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അത് തന്നെയാണ്. എല്ലാവരും കൂടെ യുദ്ധത്തിലേക്ക് ചാടി ഇറങ്ങണമെന്ന് തന്നെയാണ് ട്രംപിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പോ വരുന്ന വാർത്ത ഈ സമാധാന ചർച്ചയൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ്. ഈ പോളണ്ട് കൂടെ ഈ പോരാട്ടത്തിലേക്ക് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള പോളണ്ട് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച നിരവധി ഈ റഷ്യൻ ഡ്രോണുകളെ വെടിവെച്ചിട്ട് F-16 അവരുടെ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ വന്ന വാർത്തകൾ റഷ്യ ബോംബിംഗ് പോളണ്ട് എന്നാണ് ആ വാർത്തകൾ വന്നത്. റഷ്യ പോളണ്ടിൽ ബോംബ് വർഷിക്കുന്നു എന്നാണ് വാർത്തകൾ വന്നത്. പോരാത്തതിന് ഇവരുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു സൈനിക അഭ്യാസം റഷ്യയുടെ, അതിനകത്ത് ഇന്ത്യ ഉണ്ട് കേട്ടോ. ഇന്ത്യയുണ്ട്, ബെലാറസ് ഉണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്, ചൈനയുണ്ട്. ഈ സംയുക്തമായിട്ടുള്ള അഭ്യാസം നടക്കുന്നത് ഈ പോളണ്ടിന്റെ അതിർത്തിയിലാണ്. പോളണ്ടിന്റെ അതിർത്തിയിൽ കൊണ്ടുവച്ചാണ് ഇത്തവണ സംയുക്ത സൈനിക അഭ്യാസം നടത്താൻ പോകുന്നത്. വളരെയധികം പ്രകോപനപരമായിട്ടുള്ള ഒരു നിലപാടാണ്. അത് ഈ സപ്പാഡ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇതിനെ നിരീക്ഷിക്കാനായിട്ട് ഒരു സമിതിയുണ്ട്. അപ്പൊ അവര് എല്ലാ കൊല്ലവും നടക്കുന്നതാണ്. പക്ഷെ ഇത്തവണ പോളണ്ടിന്റെ അതിർത്തിയിലാണ്, ഇന്ത്യ അടക്കമുണ്ട്. ഈ സപ്പാഡ് കഴിഞ്ഞ ദിവസം എത്ര പേരാണെന്നുള്ളതിനെ നിരീക്ഷിക്കാനുള്ള ഈ സംയുക്ത സൈനികാഭ്യാസം നിരീക്ഷിക്കാനുള്ള സമിതിയാണ്. അപ്പൊ അത് വന്ന് നിരീക്ഷിച്ചപ്പോ പുടിൻ പറഞ്ഞു ഞങ്ങൾ 2 ലക്ഷം പേര് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പുടിൻ പറഞ്ഞത്. പക്ഷെ അതൊന്നും അല്ല അതിന്റെ കണക്ക്. നീ കൂടുതൽ ആൾക്കാരെ അവിടെ ഇറക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ രണ്ടും കൽപ്പിച്ചാണ് ഈ പുള്ളിക്കാരൻ ഇറങ്ങിയിരിക്കുന്നത്. ജർമ്മനി അടക്കം ഇനി ഈ ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. പ്രത്യേകിച്ച് UK ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന് നമ്മൾ ആദ്യം തന്നെ പറയുന്നതാണ്. കാരണം UKയുടെ ഈ കടൽ അതിർത്തിയിലൊക്കെ റഷ്യ വന്ന് റോന്തു ചുറ്റുന്നുണ്ട് അവരുടെ പടക്കപ്പലുകളിൽ എന്നുള്ള വാർത്തകൾ നമ്മൾ ആ സമയം തന്നെ കൊടുത്തതാണ്. അപ്പൊ UK അവരുടെ ഫ്ലീറ്റ് ഇറക്കി. പിന്നെ അതങ്ങനെ ഇങ്ങനെ പോയി. പിന്നെ അതിനെക്കുറിച്ചൊരു വിവരമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പോളണ്ടിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് ഗ്രാജ്വലി ഈ ഒരു സാധനം ഈ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ ഇങ്ങനെ വികസിച്ച് വരികയാണ്. ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിൽ ഈ സിനിമയിലെ നായകൻ കൂടെ കയറി വരും, അടുത്ത സിനിമയിൽ ഈ 3 സിനിമയിലെ നായകനും 3 വില്ലന്മാരും കൂടെ വരും. അങ്ങനെ സമ്പൂർണ്ണമായിട്ട് വികസിച്ചത് വലിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകുമോ എന്താണ് തോന്നുന്നത്? അതിനിടയിലും നമ്മുടെ കരസേനാ മേധാവി പേടിപ്പിക്കാനായിട്ട് ഉപേന്ദ്ര ദ്വിവേദി ഡെയിലി വന്ന് പറയും 5 കൊല്ലം യുദ്ധമുണ്ട്, 5 കൊല്ലം യുദ്ധമുണ്ട്. ഇന്നും പറഞ്ഞിട്ടുണ്ട് 5 കൊല്ലം 5 years യുദ്ധമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളെ തട്ടിക്കളയുന്നത് 5 കൊല്ലം യുദ്ധമുണ്ട് എന്ന് പറയുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എങ്ങോട്ടാണ് എന്റെ ഈശ്വര പോകുന്നതെന്ന്. എന്താണ് ഇതില് തോന്നുന്നത് ഈ മൊത്തം കാര്യത്തില്? ഈ റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയ അന്ന് മുതൽ ഞാനും ധനുഷ് ഇത് പലവട്ടം ചർച്ച ചെയ്യുന്നുണ്ട്. അന്നൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, റഷ്യ ഈ നാറ്റോയെ വലിച്ചിടും. പലരും അത് കളിയാക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ല. എല്ലാവരുടെയും ധാരണ ഈ നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഈ പറയുന്ന ജർമ്മനി മാത്രമാണെന്നുള്ള 32 രാജ്യങ്ങളുണ്ട്. ഇതിൽ 9 രാജ്യം റഷ്യയുടെ അതിർത്തിയിലാണ്.
അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ആ റഷ്യക്ക് അടിക്കണമെങ്കിൽ ഈ 32 9 ഏതെങ്കിലും ഒന്നിക്കൊണ്ട് ബോംബിട്ടാൽ പോലും. ഇവരെല്ലാവരും മഹാന്മാരല്ല ഇതിനകത്തുള്ള രാജ്യങ്ങൾ. ഇനി ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു മാപ്പൂടെ ഞാൻ പറഞ്ഞുതരാം. പോളണ്ട് എന്ന് പറയുന്നത് 18 നൂറ്റാണ്ട് മുതൽ റഷ്യയുമായിട്ട് സംഘർഷമുള്ള യുദ്ധമുള്ള സ്ഥലമാണ്. 19 നൂറ്റാണ്ടിൽ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതിന്റെ കുറച്ച് ഭാഗം ആര് കൊണ്ടുപോയി? ജർമ്മനി കൊണ്ടുപോയി. ഈ ജർമ്മനി എന്താണ് ഭയക്കുന്നത് അറിയാവോ? ഈ ഉക്രൈനിൽ റഷ്യ കിടന്ന് അടിക്കുമ്പോൾ അടുത്ത അടി വരുന്നത് ജർമ്മനിയാണ്. കാരണം പോളണ്ടുമായി ചേർന്ന് നടക്കുന്ന ഒരു രാജ്യമാണത്. അപ്പൊ നമ്മൾ ഇതൊന്നും പൊളിറ്റിക്സ് നോക്കണ്ടേ നമുക്കതിനകത്ത്. അതുകൊണ്ടാണ് ജർമ്മനി ടാങ്ക് ഉണ്ടാക്കി ഇറക്കുന്നതും ഇതിന് വേണ്ടിയിട്ടുള്ള ഉക്രൈന് സഹായം ചെയ്തു. ഉക്രൈന് സഹായം ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? യുകെയും ജർമ്മനിയുമാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. കാരണം ഇവർ രണ്ടുപേരും ഭയക്കുന്നുണ്ട്, ഫ്രാൻസ് ഭയക്കുന്നുണ്ട്. 9 രാജ്യങ്ങൾ. ഇനി ഏതൊക്കെയാണ് ആ 9 രാജ്യങ്ങൾ നമുക്ക് നോക്കാം. നോർവേ, എസ്റ്റോണിക്ക, ലിത്വാനിയ. ഈ ലിത്വാനിയ ഇപ്പം അതിർത്തിയൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. ലാത്വിയ, പോളണ്ട്, റൊമേനിയ ഉണ്ട്, ബൾഗേറിയ, ഫിൻലൻഡ്, സ്വീഡൻ. ഇത്രയും രാജ്യങ്ങൾ നാറ്റോയിലുള്ളതാ, അവരുണ്ട് ഇതിനകത്ത്. ഈ രാജ്യങ്ങൾ ഭയന്ന് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം റഷ്യ നമ്മൾ ചെറിയൊരു ടീം അല്ല. അപ്പോൾ നാറ്റോ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ധാരണ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറെ പമ്പന്മാര് റഷ്യ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരെ അടിക്കാന്നല്ല. ഈ നാറ്റോയുടെ കീഴിൽ ചെറിയ രാജ്യങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് തകരും. അതാണ് അതിന്റെ കാര്യം. ഇനി പോളണ്ടിലേക്ക് വന്ന പോളണ്ടും റഷ്യയും തമ്മിൽ 18 നൂറ്റാണ്ട് മുതൽ നടന്ന അടി 1940 പോളണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതിനുശേഷം അവിടെ ഒരു വലിയ അടി നടന്നിട്ട് ഈ USSR, പഴയ നമ്മുടെ സോവിയറ്റ് യൂണിയൻ, ഈ പോളണ്ടിന്റെ കുറെ ഭാഗം കൊണ്ടുപോയി. കുറച്ച് ഭാഗം ഇരുന്നത് ആ പടിഞ്ഞാറൻ മേഖലയൊക്കെ ഇരുന്നതെല്ലാം ജർമ്മനിയും കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പോളണ്ട് സോവിയറ്റ് യൂണിയനൊക്കെ പോയതിനു ശേഷം പോളണ്ട് പിന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. രണ്ടും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നല്ലോ ഈ പോളണ്ടും ഈ പറയുന്ന സോവിയറ്റ് യൂണിയനൊക്കെ. കമ്മ്യൂണിസം പോയി, 45 കൊല്ലമായി. കമ്മ്യൂണിസ്റ്റുകാരും പോയി. അപ്പൊ അതോടുകൂടി തന്നെ പോളണ്ടേതായ രീതി വന്ന് നാറ്റോയുടെ ഭാഗമായി. അപ്പം അത് അങ്ങോട്ട് റഷ്യക്ക് കലിപ്പുണ്ട് ഈ നാറ്റോയുടെ ഭാഗമായത്. അതിനുശേഷമാണ് ഈ ഉക്രൈൻ നാറ്റോയുടെ ഭാഗമാകാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ. റഷ്യ കയറി അടിക്കുമ്പോൾ പക്ഷെ മനസ്സുകൊണ്ട് പോളണ്ടിന് ഈ ഉക്രൈൻ നാറ്റോയുടെ ഭാഗമാകുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഉക്രൈൻ വന്നു കഴിഞ്ഞാൽ പോളണ്ടിനേക്കാൾ കുറച്ചുകൂടെ ഈ പോർട്ടുകൾ കൂടുതൽ ഈ മറ്റ് രാജ്യങ്ങൾക്ക് കിട്ടും കച്ചവടം നടത്താനും ഒക്കെ. അതൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ അടി ഷെയർ ചെയ്യാൻ ഒരാളായല്ലോ എന്നുള്ളതാണ്. കാരണം 9 രാജ്യങ്ങൾ നിലവിലുണ്ട് അടി ഷെയർ ചെയ്യുക. ഇതിവിടെ വന്നു കഴിയുകയാണ് 10ാമത്തെ രാജ്യമാകുമല്ലോ എന്നുള്ള ധാരണയിലാണ് പുള്ളി നിൽക്കുന്നത്. അങ്ങനെ ഉക്രൈനിൽ നിന്നും ആ സമയത്താണ് നമ്മുടെ നരേന്ദ്രമോദി പോളണ്ടിൽ എത്തി. അന്നേരം ചോദിച്ചു, ഇതെന്ത് പുള്ളി പോളണ്ടിൽ പോകേണ്ടത് സെലൻസ്കിയെ കാണാനല്ലേ ഉക്രൈനിൽ പോകേണ്ടത്? പക്ഷെ പോളണ്ടിൽ പോയി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പോളണ്ടിൽ ചെന്ന് മെസ്സേജ് കൊടുത്താണ്, നീ ആവശ്യമില്ലാത്തൊന്നും ഇടപെടണ്ട, അവൻ അടിക്കുന്നു നിന്നെ, അതുകൊണ്ട് നീ വലിയ സപ്പോർട്ടൊന്നും കൊടുക്കണ്ട. അതിനുശേഷം പോളണ്ട് വലുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വാർത്തകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അന്തരീക്ഷം ആകെ മാറി മറിയുകയാണ്. ഈ ട്രംപിന്റെ താരിഫും തീരിഫും ഒന്നും ഇന്ന് ഏൽക്കുന്നില്ല. ഇപ്പൊ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, നരേന്ദ്രമോദിയുമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ നരേന്ദ്രമോദി അതിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്, എനിക്കും ആഗ്രഹമുണ്ട് സംസാരിക്കാൻ. എന്തുകൊണ്ടാണ് ഈ ട്രംപ് ഇപ്പോൾ ഈ മലക്കം പറയുന്നതെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അവരുടെ സുപ്രീം കോടതിയിൽ വിധി വന്നു കഴിഞ്ഞാൽ താരിഫ് ഉപേക്ഷിക്കേണ്ടതായി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ, സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഇന്ത്യ പോലും രാജ്യത്തെ പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോരുത്. കാരണം ഏതുവഴിയൊക്കെയാണ് പണി കിട്ടുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ കൂടെ ഇതുവരെ നിന്നുകൊണ്ടിരുന്ന ഒരു നല്ല മനുഷ്യൻ ഇല്ലെങ്കിൽ നല്ല രാജ്യം, അവരെ വെറുതെ എന്തിനാ പിണക്കുന്നത് ഒരുപക്ഷെ ട്രംപ് ചിന്തിച്ചിട്ടുണ്ടാകാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റഷ്യ ഇതിലേക്ക് ഈ നാറ്റോ വലിച്ചിടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം റഷ്യയെ നാൾക്ക് നാൾ ദ്രോഹിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ട്രംപ് പോകുന്നത്. ട്രംപ് ഇത് പറഞ്ഞു, മോദിയുമായി ഞാൻ സംസാരിക്കും, എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ട്രംപ് ചെയ്ത പണി എന്താണ്? യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പറഞ്ഞു ഇന്ത്യക്ക് 100% താരിഫ് അടിച്ചു കൊടുക്കണം. അപ്പൊ റഷ്യക്ക് നന്നായി അറിയാം അവരെ വരിഞ്ഞു മുറുക്കാൻ പോകുന്നു ഈ അമേരിക്കയും നാറ്റോ സഖ്യങ്ങളും. അപ്പൊ എന്താണ്, ഞാനോ കുഴി വീണു, നീ എല്ലാം കൂടെ വന്ന് കുഴി വീഴ്. ഈ എപ്പോഴും ഞാൻ പറയുന്നത് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്, അവന്റെ മുകളിൽ കാണുന്നവരെല്ലാം പിടിച്ചാൽ വലിച്ച് താഴോട്ട്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെയാണ് ഇതിന്റെ കളി. ട്രംപിന്റെ കയ്യിൽ നിന്നൊക്കെ ഈ കളിയും കാര്യങ്ങളും ഒക്കെ പോയി. എനിക്ക് തോന്നുന്നത് ആ പുള്ളിക്ക് വലിയ രീതിയിലുള്ള ഒരു ഇതില്ലിപ്പോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ഇസ്രായേൽ കയറി ദോഹയിൽ കയറി അടിച്ചിട്ട് പോകുന്നുണ്ട്. അത് പിന്നെ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരായതുകൊണ്ട് കുഴപ്പമില്ല. ഖത്തറും അമേരിക്കയും തമ്മിൽ വലിയ ടേംസ് ആണ്. വിമാനം വരെ കൊടുത്തായിരുന്നു ട്രംപ് വന്നപ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ വലിയ ടേംസ് ആയിട്ട് നിൽക്കുന്നു. നമ്മൾ ഖത്തർ അറിയാതെ എന്തായാലും, കാരണം ഹമാസിനെ തീർത്ത് ഒരു നല്ല പിള്ള ആകാൻ വേണ്ടി ഖത്തർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും അതങ്ങനെ നിൽക്കുന്നു. അവിടെ വലിയ തീയും പുകയൊന്നും ഉണ്ടായില്ല, അടി കൊടുത്തു, ചത്തു, അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിലാണ് ഇവിടെ നടക്കുന്നത് ഈ പറയുന്ന റഷ്യ ആക്രമണം തുടങ്ങി എന്നുള്ളതാണ് വാർത്ത.
ഡ്രോൺ അറ്റാക്ക് തുടങ്ങി പോളണ്ടിലേക്ക്. സ്വാഭാവികമായിട്ട് ഉക്രൈൻ പോലെയല്ല ധനുഷ് ഈ ലിത്വാനിയയും പോളണ്ടും നാറ്റോ സഖ്യത്തിൽ പെടുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ എന്തെങ്കിലും വന്നാൽ സ്വാഭാവികമായി നാറ്റോ സഖ്യം ഇറങ്ങിപ്പുറപ്പെടും. ഇതിൽ ജർമ്മനി ഏറെ ഭയക്കേണ്ടതായിട്ടുണ്ട്. കാരണം പോളണ്ടിന് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊന്ന് ജർമ്മനിയാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് അതൊരു വലിയ വിഷയം തന്നെയായിരിക്കും. അപ്പൊ അവർ ചാടി പുറപ്പെടും. അതുകൊണ്ടാണ് ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഓടിപ്പാഞ്ഞ് വന്നിട്ട് എന്താ പറഞ്ഞത്, ഫ്രീ ട്രേഡിംഗ് ഇന്ത്യ ആയിട്ട് നടത്താമെന്ന് പറഞ്ഞാൽ മാക്സിമം രാജ്യങ്ങളെ കൂടെ നിർത്തുക എന്നുള്ള തന്ത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് എങ്ങനെ ഒരു ടേംസിൽ പോവുകയാണെങ്കിൽ താരിഫൊക്കെ ഒന്ന് കുറച്ച് ഒരു ടേംസിൽ പോവുകയാണ്, അവരുടെ കൂടെ നിൽക്കാൻ ഏഷ്യയിൽ ഒരു രാജ്യമുണ്ടല്ലോ ഇന്ത്യ. പാകിസ്ഥാനെ അവർ കൈക്കൂട്ടിയിട്ട് കാര്യമില്ല. ഇനി ഇവരുമായിട്ട് റിലേഷൻ മോശമായ ഒരുപാട് രാജ്യങ്ങൾ, ഇനി ഇവരുടെ ഈ നോൺ അലയൻസ് ഉണ്ട്, മേജർ നോൺ നാറ്റോ അലയൻസ് എന്ന് പറയുന്ന കുറെ രാജ്യങ്ങളുണ്ട്. അതായത് ഇവരുടെ നാറ്റോയിലല്ല എന്നാൽ നാറ്റോ പോലത്തെ ഒരു അലയൻസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ഖത്തർ, കുവൈറ്റ്, പാകിസ്ഥാൻ, അർജന്റീന, കൊളംബിയ, ബ്രസീൽ, അഫ്ഗാനിസ്ഥാൻ, സിംഗപ്പൂർ, തായ്വാൻ. ഇതില് പിന്നെ ബ്രസീലുമായിട്ട് അടിച്ചു പിരിഞ്ഞ് പാകിസ്ഥാൻ പിന്നെ ഒരു ഗതിയുമില്ല, വേണമെങ്കിൽ അതിനെ കൂട്ടാം. പാകിസ്ഥാനോട് ഭയങ്കര ദോസ്ത, അഫ്ഗാനിസ്ഥാനോട് പഴയ കണക്ഷൻസ് ഇല്ല. പിന്നെ ഉള്ള രാജ്യങ്ങളായിട്ട് ഇങ്ങനെ തട്ടിമുട്ടി. ഇവിടെയാണ് ഓസ്ട്രേലിയയുടെ നിർണായകമായ ചില തീരുമാനങ്ങൾ വരുന്നത്. അവര് ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന ഒരു താരിഫ് വർദ്ധിപ്പിച്ചതിന് ഇപ്പുറത്ത് നിൽക്കുന്നത് തട്ടിമുട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മളത് പ്രവചനമായിട്ടല്ല നടത്തുന്നത്. കാരണം നമ്മൾ ഈ ഒരുപാട് ഇന്റർനാഷണൽ മീഡിയാസ് വായിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്ന് ഇരുന്നിട്ട് നമ്മൾ ഒരു അനാലിസിസിനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് റെഫർ ചെയ്യാണ്. പക്ഷെ നമുക്ക് വിട്ടുപോകുന്ന കാര്യങ്ങളും ഉണ്ടാകാം. തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട് റഷ്യ നാറ്റോയെ അടിക്കും, നാറ്റോയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ അടിക്കും. ഏതെങ്കിലും ഒരു രാജ്യത്തെ നമ്മൾ പറഞ്ഞത് UK അടിക്കുമെന്ന് നമ്മൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു രാജ്യത്തെ അടിക്കും. ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ വലിച്ച് യുദ്ധത്തിലിടും. അതോടുകൂടി തന്നെ ഒരു സമാധാനത്തിന് വേണ്ടി മുറവിളി കൂട്ടും, എല്ലാവരും കൂടെ കൂടിയിരിക്കും. അതോടുകൂടി താരിഫും പോയി, എല്ലാം പോയി, എല്ലാവർക്കും എല്ലാം കിട്ടും. എല്ലാവരും അവസാനം ഈ അടിയൊക്കെ മറ്റേ സിനിമ ഞാൻ എപ്പോഴും അതിന് തമാശയായിട്ട് പറയത്തില്ല, ഒരു തമാശ ഫിലിമിലൊക്കെ അവസാനം ഒരു കൂട്ട അടി നടക്കുമല്ലോ, ആ അടിയുടെ അവസാനം ഈ വലിയ പുകയും പൊടിയൊക്കെ ആയിരിക്കും. ആർക്കും അറിയാൻ പറ്റത്തില്ല ആരൊക്കെ തമ്മിൽ അടിക്കുന്നത്. ഏറ്റവും അവസാനം കഴിയുമ്പോഴാണ് നമുക്ക് പിക്ചർ തെളിയത്തുള്ളൂ. അതായത് ഏറ്റവും അവസാനം എത്തുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഡിമാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അംഗീകരിക്കും. ഈ താരിഫും വരത്തില്ല, രൂപയ്ക്ക് രൂപയുടെ ട്രേഡിങ്ങും നടത്താൻ പറ്റും, എണ്ണയും പിണ്ണാക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോഴത്തേനും ഒരു പരുവാകും എല്ലാ രാജ്യങ്ങളും. കാരണം യുദ്ധം തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. യുദ്ധമല്ലേ അത് യുദ്ധമല്ലേ. ഇപ്പൊ നമ്മൾ ഈ കൂട്ടാടി എന്നൊക്കെ നമ്മൾ ഈ കോമഡിക്ക് പറഞ്ഞാലും ഇത് യുദ്ധമാണല്ലോ. ഈ യൂറോപ്പ് എന്നൊക്കെ പറയുന്നത്, ഈ ജർമ്മനി, യൂറോപ്പ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വെച്ചിട്ടാ. ഇപ്പൊ ഗാസ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെയാണ് ഈ ജർമ്മനിയൊക്കെ കിടന്നത്. ഇപ്പൊ ഗാസ നമ്മൾ നോക്കുമ്പോൾ ഒരു കൽക്കൂമ്പാനാണ്. അതിനുശേഷം അവര് പിന്നീട് റീകൺസ്ട്രക്ട് ചെയ്ത് ഈ മറ്റേ ഉറുമ്പ് അരിമണി ശേഖരിക്കും പോലെ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വന്ന ടീമുകളാണ്. UK ആയിരുന്നാലും ശരി തന്നെ, സ്വിറ്റ്സർലാൻഡ് ആയിരുന്നാലും ശരി തന്നെ. സ്വിറ്റ്സർലാൻഡ് പിന്നെ അന്ന് യവന്മാരുടെ എല്ലാം പണം ശേഖരിച്ച് വെക്കുന്ന സ്ഥലമായതുകൊണ്ട് ആരും സ്വിറ്റ്സർലാൻഡിനെ അടിക്കാനായിട്ട് റെഡിയായില്ല. എങ്കിലും ഈ സകല യൂറോപ്യൻ രാജ്യങ്ങളും ഇങ്ങനെയാണ് വന്നത്. അപ്പൊ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാഷ്വാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാം കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് കഴിയുന്നുമ്പോ ഇതെല്ലാം ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 സാമ്പത്തിക ശക്തികൾ നോക്കൂ. അമേരിക്ക, തൊട്ടു പിന്നിൽ ചൈന, അതിന്റെ പിന്നിൽ ജപ്പാൻ, അതിന്റെ പിന്നിൽ ജർമ്മനി, അതിന്റെ പിന്നിൽ തൊട്ടില്ലാത്ത മട്ടിൽ ഇന്ത്യ, 5 എണ്ണം നിൽക്കുക. ഇവരുടെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പേരും അങ്ങനെ തന്നെ പോകും. മൊത്തത്തിലൊരു ഡൗൺ വരും. അപ്പം എല്ലാ രാജ്യങ്ങളും ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു യുദ്ധത്തിലേക്ക് ഇത് വലിച്ചഴിച്ച് പോയാൽ ഈ ട്രംപിന്റെ നയങ്ങൾ തന്നെയാണ്. അതായത് റഷ്യ വരിഞ്ഞു മുറുക്കാനായിട്ട് വീണ്ടും ഉപരോധങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വരുമ്പോഴത്തേനും റഷ്യ അടിക്കാതിരിക്കില്ല. കാരണം അവർക്ക് ജീവിക്കണ്ടേ മുമ്പോട്ട്. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് പോകും. ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഈ മുമ്പോട്ട് ഇപ്പോൾ നമ്മൾ കയറി വെച്ച ആ സ്റ്റെപ്പുകൾ അല്പം പുറകോട്ട് ഇറങ്ങേണ്ടി വരും. പിന്നെ നമുക്ക് ഭീമമായ ഒരു നഷ്ടം നമുക്ക് വരില്ല. കാരണം നമ്മൾ അങ്ങനെ വലിയ കയറ്റുമതി ആശ്രയിക്കുന്ന ഒരു രാജ്യമല്ല. ഒപ്പം തന്നെ ഇറക്കുമതിയെ നമ്മൾ വലുതായിട്ട് ആശ്രയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും ഒക്കെ. പക്ഷേ ഈ പണത്തിന്റെ പണപ്പെരുപ്പമായാലും അല്ലെങ്കിൽ ഈ ഓയിലിന്റെ റേറ്റുകളായാലും ഇതെല്ലാം എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നതാണ്. കോവിഡിനേക്കാൾ മാരകമായിട്ട് ഇത് ബാധിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു അടി നടക്കും, മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ എല്ലാം സെറ്റിൽ ചെയ്യും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതെനിക്ക് തോന്നുന്നു ട്രംപിന് ഒരുപക്ഷെ അറിയാൻ പറ്റും. കാരണം അദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന പണിയാണോ ഇതൊന്നും എനിക്ക് അറിയാൻ മേലാണ്. കാരണം റഷ്യ അടുത്ത് പറഞ്ഞു കാണും, പുടിൻ നിങ്ങൾ കയറി അടിച്ചോ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് 3-4 ദിവസം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാണും.
അല്ല, അടി അങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ അടിക്കുന്നതിൽ എനിക്കും വിരോധമില്ല. പക്ഷെ അടിക്കുന്നെങ്കിൽ അമേരിക്ക അടിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ബേസിക്കലി ഞാൻ ഇല്ല അവര് തമ്മിൽ യുദ്ധപ്രിയനാണെന്നൊന്നും അല്ല. പറയുന്നത്. കാരണം റഷ്യ അമേരിക്കയെ മുന്നിൽ നിർത്തി ഈ പാവപ്പെട്ട ചെറിയ ചെറിയ രാജ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ചോര കുടിക്കുന്നത്. അത് റഷ്യ എന്നാലും ശരി, അമേരിക്ക എന്നാലും ശരി. റഷ്യ മോശമൊന്നുമില്ല ഈ കാര്യത്തില്. റഷ്യയുടെ ക്രൂരതകളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ണു തള്ളിപ്പോകും. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നിട്ട് ഈ പാവപ്പെട്ട രാജ്യങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ആ ഒരു സാഹചര്യം അത് വളരെ മോശം. അടിക്കുന്നെങ്കിൽ അമേരിക്ക അടിക്കണം. അങ്ങനെ അടിക്കണം. കാരണം അമേരിക്ക ഈ അടിക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് അടിപ്പിച്ച് ചോര കുടിച്ച് അവർക്ക് ആയുധങ്ങൾ വിറ്റ് ഇത്രയും കാലം അങ്ങനെയാണ് അമേരിക്ക ജീവിക്കുന്നത്. ഇവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. എന്തിനാണ് ഈ പാവപ്പെട്ട രാജ്യങ്ങൾ ഇതിനകത്ത് വലിച്ചടിക്കുന്നത്? അല്ല, അമേരിക്ക റഷ്യയായിട്ട് ഒരിക്കലും നേർക്ക് യുദ്ധം വരില്ല. കാരണം അതൊരു വലിയ ഉറപ്പായിട്ടും പറ്റില്ല. ലോകനാശത്തിലേക്ക് തീരും അത്. അതെ അതെ അതെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പുടിൻ ഈ മേഖലയിലോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇവിടെയാണ് ഞാൻ ട്രംപിനെ സംശയിക്കുന്നത്. കാരണം ഈ യുദ്ധം തീർക്കാനായിട്ട് ഇനി ഒറ്റ ഫോർമുലയേ ഉള്ളൂ. നിലവിൽ ഈ യുദ്ധം തീരില്ല, റഷ്യ ഉക്രൈൻ വാർ തീരില്ല. കാരണം പുടിൻ്റെതായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഇത്രയും പ്രദേശം എനിക്ക് വേണം, നിങ്ങളുടെ സാന്നിധ്യം ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കട്ടാണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നു. സെലൻസ്കി ആണെങ്കിൽ ഒരു അണുവിട പോലും വെട്ടുവീഴ്ച ചെയ്യാതെ നിൽക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം കൂടെ മാക്സിമം ഇതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഇത് ബാധകമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചാടി ഇറങ്ങും. എല്ലാവർക്കും ബാധകമാണെങ്കിൽ ഇന്ത്യയും ചാടി ഇറങ്ങും, ചൈനയും ചാടി ഇറങ്ങും, ജർമ്മനിയും ചാടി ഇറങ്ങും, റഷ്യ, എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ചാടി ഇറങ്ങും. സ്വാഭാവികമല്ല, എല്ലാ യുദ്ധത്തിനും ഒരു കോംപ്രമൈസ് ഉണ്ട്, ലോകമഹായുദ്ധങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകും. അപ്പൊ എല്ലാവരും, അതായത് ഞാൻ പറഞ്ഞതാണ്, ഒരാഴ്ച മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്ത് ആക്രമണം ഉണ്ടാകും. വലിയൊരു ഇതിലേക്ക് പോകുമെന്ന് അറിയില്ല. പെട്ടെന്ന് തന്നെ ഒരു കോംപ്രമൈസിലേക്ക് എത്താൻ എല്ലാവരും കൂടി ഇടപെടും. കാരണം മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചും അവർ സേഫ് അല്ല. അപ്പം എല്ലാവരും കൂടെ ഇടപെട്ടുകൊണ്ട് ഒരു കോംപ്രമൈസിൽ വരികയാണെങ്കിൽ റഷ്യക്ക് ഈ ഇത്രയും പ്രദേശങ്ങൾ, അവർ ചോദിച്ച പ്രദേശങ്ങൾ ഇല്ല എങ്കിലും കുറച്ച് പ്രദേശം കൊടുത്ത് അവിടെ സെറ്റിൽ ചെയ്യാൻ കഴിയും. പിന്നെ ഒരു വേണമെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ രാജ്യങ്ങളും ചേർന്നിട്ടുള്ള സമാധാന സേനയെ വേണേൽ കുറച്ച് നാളത്തേക്ക് ഉക്രൈൻ റഷ്യ ബോർഡറിലിടാം. അതിനിപ്പോ പുടിന് എതിർപ്പൊന്നുമില്ല. അത് ഇന്ത്യയുണ്ട്, അങ്ങനെയുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും ഇറാനും പങ്കെടുക്കുന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസം പോളണ്ടിലാണ്. ഇതിന് ബദലായിക്കൊണ്ട് ലിത്വാനിയയിലും പോളണ്ടിലും നാറ്റോയും ഒരു സംയുക്ത സൈനിക അഭ്യാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും ഈ മാസം രണ്ടും കൂടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം. അതായത് പോളണ്ടിന്റെ അതിർത്തിയിലാണ് നടക്കുന്നത്, ലിത്വാനിയുടെ പോളണ്ടിന്റെ അതിർത്തിയിലാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സൈന്യത്തെ വിട്ടുകൊടുക്കുന്നത്, റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിട്ടുകൊടുക്കുന്നത് പിന്നെ ഈ ബെലാറസ് ആണ്. ഇന്ത്യയിൽ 65 പേരാണ് ഇന്ത്യയുടെ ടീം പോയിരിക്കുന്നത്. അതിൽ 57 പേര് മിലിറ്ററിയാണ്. അത് കൂടാതെ നേവിയുടെ എയർഫോഴ്സിന്റെ 7 പേര് വെച്ചൂടെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് കിട്ടിയത്. 7 പേര് ടോട്ടൽ, നേവിയുടെയും എയർഫോഴ്സിന്റെ 7 പേരും കൂടെ പോയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു ടീം ഇന്ത്യയുടെ അവിടെ എത്തിക്കഴിഞ്ഞു, ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ചൈനയും എത്തുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പോളണ്ടിന്റെ അതിർത്തിയിൽ ഇന്ത്യയുടെ ഒരു സൈനിക സാന്നിധ്യം കൂടെ വരികയാണ് ഈ സംയുക്ത സൈനിക അഭ്യാസം നടക്കുമ്പോൾ. ഒരാഴ്ചക്കാലമുള്ള ഒരു സൈനിക അഭ്യാസമാണ് ഇത് നടക്കുന്നത്. ഇതെല്ലാം 2021 ലാസ്റ്റ് നടന്നത്. അന്ന് വേറൊരു പണി കാണിച്ചായിരുന്നു പുടിൻ എന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല. കാരണം ഇത് 20ഓളം രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ റഷ്യ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ. അപ്പൊ ഇത് നടക്കുമ്പോഴത്തേന് ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി കുറെ രാജ്യങ്ങൾ, ഇതൊരു സംഘടനയുണ്ട്, ഒരു സമിതിയുണ്ട് നിരീക്ഷിക്കാൻ, അവരുണ്ടായിരുന്നു. അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ തവണ 2021 പുടിൻ പറഞ്ഞത് ഇതിനകത്ത് അധികം ഇതൊരു നമ്പറുണ്ട്, ഇത്ര സൈനികരെ ഈ സൈനിക അഭ്യാസത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കാവും. ആ നമ്പറിൽ താഴ്ത്തിയ കാണിച്ചത് വലിയ രീതിയിൽ വന്നു എന്നാ പറഞ്ഞത്. ഇത്തവണ അന്ന് ബെലാറസ് വിട്ടത് 13,000 സൈനികരായിരുന്നു. ഇപ്പൊ ബെലാറസ് 2 ലക്ഷം സൈനികരെ ഇതിനു വേണ്ടി വിടുന്നുണ്ടെന്നാണ് പോളണ്ട് പറയുന്നത്. അപ്പം ആലോചിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇന്ത്യ എന്നൊക്കെ 67 പേര് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സംഖ്യ ആയിരിക്കുമല്ലോ ഓരോ രാജ്യത്തുനിന്ന് പങ്കെടുക്കുന്നത്. അപ്പം വലിയ സംഖ്യയാണ് അവിടെ പങ്കെടുക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ചെയ്യുന്ന ഈ ആയുധങ്ങൾക്കുമൊക്കെ ഒരു ഇതുണ്ട്, കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതില് ഇപ്പൊ ആണവായുധങ്ങളൊക്കെ എടുത്തിട്ട് ഇത് സംയുക്ത സൈനിക അഭ്യാസം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുണ്ട്, അത് ഇവര് അതിന് പറയും എന്താണ് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ, ഇതിപ്പോ പറഞ്ഞിരിക്കുന്ന ഈ ഭൂതലത്തിൽ ഉള്ള യുദ്ധത്തിന്റെ പ്രാക്ടീസാണ് സംയുക്തമായിട്ട് ഇവർ നടത്തുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മളും സിംഗപ്പൂരുമായിട്ട് ഇപ്പൊ ഒരെണ്ണം നടത്തിയില്ലേ ഈ അടുത്ത്. അങ്ങനെ നമ്മളും പലപ്പോഴും പലരുമായിട്ടൊക്കെ നടത്താറുണ്ട്, ഈ എക്സർസൈസുകൾ ഒരുപാട് നടത്താറുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇതിനെ അങ്ങനെ കാണാൻ കഴിയില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ നടത്തുന്നത് ഒരു ലോകത്തിന് മുമ്പിൽ റഷ്യയുടെ ഒരു പ്രൗഢി ശക്തി വിളിച്ചു തോന്നുന്നു. ഇതൊരു സഖ്യമായിട്ട് വരുമോ ഇല്ലയോ നമുക്ക് അറിയില്ലെങ്കിൽ പോലും വിളിച്ചു തോന്നുന്നു. മറ്റിടത്ത് നാറ്റോ അതിനുവേണ്ടി ഒരുക്കം നടന്നു. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെ മറിയുകയാണ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുമായിരിക്കാം. എല്ലാം കഴിയുമ്പോൾ അധികം വൈകാതെ എല്ലായിടത്തും ശാശ്വത സമാധാനവും കാര്യങ്ങളും താരിഫ് വർധനവും ഒന്നും ഇല്ലാത്തൊരു ലോകം വരുമായിരിക്കും.